ഹലോ സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മേസൺറി റീറ്റെയിനിങ് വോളിൻ്റെ പ്രഷർ അനാലിസിസ് ആയിരുന്നു നമ്മൾ പഠിച്ചത്. അതിൻ്റെ ബാലൻസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. എ മേസൺറി റീറ്റെയിനിങ് വോൾ 5 meter high has a vertical back. The backfill is in a level with top of the wall. The soil surface is subjected to an external vertical load of 40 kN per meter cube due to a rod. The soil has an angle of repose equal to 32 degree. If backfill has a density of 12 kN per meter cube, calculate the magnitude of active pressure per meter length of the wall and its line of action. അപ്പോൾ ഇത് നമ്മൾ തിയറി പഠിച്ചപ്പം നമ്മളൊരു നാലാമത്തെ കണ്ടീഷനാണ് നമ്മൾ പഠിച്ചത്. അതായത് ഒരു അഡീഷണൽ വെയിറ്റ് അല്ലെങ്കിൽ അഡീഷണൽ ലോഡ് ക്യൂ എന്ന് പറയുന്നത് ഈ ഒരു റീറ്റെയിനിങ് വോളിൻ്റെ ബാക്ക്ഫില്ലിൻ്റെ മുകളിലായിട്ട് വരുന്നതിനാണ് ആ ഒരു കണ്ടീഷനാണ്. അത് എന്തെങ്കിലും ബിൽഡിങ്സ് കൊണ്ടോ അല്ലെങ്കിൽ റോഡ് കൊണ്ടോ അങ്ങനെ എന്തെങ്കിലും റീസൺ കൊണ്ടായിരിക്കും ആ ഒരു അഡീഷണൽ ലോഡ് വരുന്നത്. ഇവിടെ ഒരു റോഡുണ്ട്, ബാക്ക്ഫില്ലിൻ്റെ മുകളിൽ ഒരു റോഡുണ്ട്. ആ റോഡിൻ്റെ വെയിറ്റാണ് 40 kN per meter cube എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ഫിഗർ നോക്കാം. ഇതാണ് നമ്മുടെ റീറ്റെയിനിങ് വോള്. റീറ്റെയിനിങ് വോളിന് ശേഷം ബാക്ക്ഫിൽ ഇതാണ്. ഈ ബാക്ക്ഫില്ലിൽ മുകളിൽ നിന്നും ഒരു 45 kN per meter square, ഇത് മീറ്റർ ക്യൂബ് അല്ല മീറ്റർ സ്ക്വയർ ആണ്, 45 kN per meter square ലോഡിങ് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പം ആ ഒരു ലോഡ് കൊണ്ടും ഇവിടെ ഒരു പ്രഷർ ഡെവലപ്പ് ചെയ്യും. ആ പ്രഷറിൻ്റെ കാര്യമാണ് ഇവിടെ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നോക്കിയാൽ ഇൻറ്റൻസിറ്റി ഓഫ് ലാറ്ററൽ പ്രഷർ ഡ്യൂ ടു എക്സ്റ്റേണൽ ലോഡ്, അതിനെ ഞാൻ ക്യൂ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ക്യൂ ഈസ് ഈക്വൽ ടു 45 kN per meter square. സോ ആ ക്യൂ കൊണ്ടുള്ള ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ആ ഇക്വേഷനിൽ പഠിച്ചായിരുന്നു, കെ ഇൻറ്റു ക്യൂ ആണ്. ദാറ്റ് മീൻസ് ഈ ഡി സി ലെങ്ത് എന്ന് പറയുന്നത്, ഇവിടെ നമുക്കറിയാം ഇവിടെ ഒരു റെക്റ്റാങ്കുലർ പോർഷൻ, ക്യൂ ഇൻറ്റൻസിറ്റി കൊണ്ട് ഒരു റെക്റ്റാങ്കുലർ പോർഷൻ ഡെവലപ്പ് ചെയ്യും. നമ്മുടെ ബാക്ക്ഫില്ലിൻ്റെ ഡെൻസിറ്റി കൊണ്ട് ഒരു ട്രയാങ്കുലർ പോർഷനും ഡെവലപ്പ് ചെയ്യും. അങ്ങനെ രണ്ട് പോർഷൻസ് ആയിട്ടായിരിക്കും ഇവിടെ പ്രഷർ ആക്ട് ചെയ്യുന്നത്. ഈ റെക്റ്റാങ്കുലർ പോർഷൻ എന്ന് പറയുന്നത് നമ്മുടെ ക്യൂ എന്ന് പറയുന്ന ലോഡിങ് കൊണ്ടുള്ളതാണ്. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് കെ നമുക്കറിയാം എന്താണെന്നുള്ളത്, ആക്റ്റീവ് കോയിഫിഷ്യൻ്റ് ഓഫ് ആക്റ്റീവ് എർത്ത് പ്രഷറാണ് കെ ഇൻറ്റു ക്യൂ എന്ന് പറയും. ഓക്കെ, സോ ലെങ്ത് ഓഫ് ഡി സി അല്ലെങ്കിൽ എ ബി എന്ന് പറയുന്നത് കെ ഇൻറ്റു ക്യൂ ആണ്. ഓക്കെ, ഇനി ആ വാല്യൂ എന്ന് പറയുന്നത് നമുക്കറിയാം എന്തായിരിക്കും. കെ വാല്യൂ എന്ന് പറയുന്നത് 1 minus sin 32 ആണ് ആംഗിൾ ഓഫ് റിപ്പോസ് ബൈ 1 plus sin 32 ഇൻറ്റു 40 kN per meter square ആണ്. ഇത് 45 അല്ല 40 ആണ്, ചെറിയൊരു മിസ്റ്റേക്കാണ്, 40 ആണ്. 40 kN per meter square ആണ് നമ്മുടെ ക്യൂവിൻ്റെ വാല്യൂ. ഇനി നമുക്കറിയാം പ്രഷർ എന്ന് പറയുന്നത് ഈ ഒരു റെക്റ്റാങ്കുലർ പോർഷൻ്റെ ഏരിയ ആയിരിക്കും. റെക്റ്റാങ്കുലർ പോർഷൻ്റെ ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും കെ ഇൻറ്റു ക്യൂ എന്ന് പറയുന്നതാണ് അവിടുത്തെ വിഡ്ത്ത്, എച്ച് ആണ് ഹൈറ്റ്. സോ എച്ച് 5 meter ആണ്. ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം നമുക്ക് ഇനി എല്ലാം നമ്മൾ 1 meterലാണ്. അപ്പം ഈ ഒരു 1 meter എന്ന് പറയുന്നത് അത് നിങ്ങൾ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം എല്ലാം നമ്മൾ പെർ മീറ്റർ ലെങ്തിലാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 61.45 kN വാല്യൂ കിട്ടും. ഈ വാല്യൂ എന്ന് പറയുന്നത് എന്തുകൊണ്ടുള്ളതാണ്, നമ്മുടെ അഡീഷണൽ ആയിട്ടുള്ള ലോഡ് കൊണ്ടുള്ളതാണ് ഈ ഒരു പ്രഷർ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ പ്രഷർ ട്രയാങ്കുലർ ഷേപ്പിലുള്ള പ്രഷർ P2 എന്ന് പറയുന്നത് സോയിൽ കൊണ്ടുള്ളതാണ്. അപ്പോൾ അവിടെ അത് നേരത്തെ നമ്മൾ പഠിച്ചതുപോലെ തന്നെ എന്താണ്, കെ ഗാമ എച്ച് ഇൻറ്റു ഇത് ഹാഫ് ബേസ് ഇൻറ്റു ആൾട്ടിറ്റ്യൂഡ്. ബേസ് എന്ന് പറയുന്നത് ഈ സി ഡി ലെങ്ത് എന്ന് പറയുന്നത് കെ എ ഗാമ ഇൻറ്റു എച്ച് ആണ്. സി ഡി ലെങ്ത് കെ എ ഗാമ ഇൻറ്റു എച്ച്, ട്രയാങ്കിളിൻ്റെ ഏരിയ ആയതുകൊണ്ട് ഹാഫ് ബേസ് ഇൻറ്റു ഹൈറ്റ്. അത് നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 46.09 kN കിട്ടും. ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സം ഓഫ് P1 plus P2. സോ സിഗ്മ P is equal to 61.45 plus 46.09, 107.54 എന്ന് കിട്ടി. ഇനി ഇവിടെയും നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്തതുപോലെ തന്നെ ഇത് രണ്ട് ഷേപ്സ് ആണ്, ഒന്ന് റെക്റ്റാങ്കിളും ഒന്ന് ട്രയാങ്കിളുമാണ്. സോ റെക്റ്റാങ്കിളിൻ്റെ സെൻറ്ററോട് നമുക്കറിയാം ഹാഫിലായിരിക്കും, ട്രയാങ്കിളിൻ്റെ സെൻറ്ററോട് എന്ന് പറയുന്നത് ബേസിൽ നിന്നും 1/3 ഹൈറ്റിലായിരിക്കും. സോ രണ്ടും രണ്ട് പോയിന്റിലാണ് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് കോമൺ പോയിന്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മൊമെൻറ്റ് ഇക്വേറ്റ് ചെയ്യണം. ഓക്കെ, മൊമെൻറ്റ് ഇക്വേറ്റ് ആയിട്ട് ടോട്ടൽ പ്രഷർ ഇൻറ്റു എച്ച് ഡാഷ് ഈസ് ഈക്വൽ ടു P1 H1 പ്ലസ് P2 H2 ഡിവൈഡ് ബൈ, അതാണ് ടോട്ടൽ പ്രഷർ. ഓക്കെ, അപ്പം 61.45 ഇൻറ്റു H1ൻ്റെ ഹൈറ്റ്
H1 എന്ന് പറയുന്നത് റെക്ടാങ്കുലർ ഷേപ്പ് ആയതുകൊണ്ട് ടോട്ടൽ ഹൈറ്റ് 5 ആണ്. അതിൻ്റെ പകുതിയിലായിരിക്കും P1 ആക്ട് ചെയ്യുന്നത്. സോ 2.5 ആണ് H1 പ്ലസ് P2 എന്ന് പറയുന്നത് 46.09 ഇൻറ്റു ഇതെന്ന് പറയുന്നത് ടോട്ടൽ ഹൈറ്റിൻ്റെ 1/3. ട്രയാങ്കുലർ റീജിയനിൽ 1/3 ആക്ട് ചെയ്യുന്നത്. സോ 1/3 ഹൈറ്റ് ഓഫ് 5 H2 കിട്ടും. P1 H1 പ്ലസ് P2 H2 ഡിവൈഡഡ് ബൈ ടോട്ടൽ പ്രഷർ. അത് ചെയ്യുമ്പോൾ നമുക്ക് H ഡാഷ് വാല്യൂ കിട്ടും. H ഡാഷ് എന്ന് പറയുന്നത് ടോട്ടൽ പ്രഷർ ആക്ട് ചെയ്യുന്ന പോയിൻ്റാണ് ഫ്രം ദ ബേസിൽ നിന്നും ടോട്ടൽ പ്രഷർ ആക്ട് ചെയ്യുന്ന എവിടെയാണ് 2.14 മീറ്റർ ഫ്രം ദി എബോവ് ദി ബേസ് ഓഫ് ദി റിട്ടേണിംഗ് വോൾ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. A masonry retaining wall with a vertical backfill retains soil at an angle of 26 degree with the horizontal. Wall height is 6 meter and soil density is 16 kilonewton per meter cube. Taking the angle of internal friction as 30 degree, calculate the soil pressure per unit length of the wall. ഇത് നമ്മുടെ ലാസ്റ്റ് കണ്ടീഷൻ, അതായത് 5ാമത്തെ കേസാണ്. നമ്മൾ തിയറിയിൽ പഠിച്ച 5ാമത്തെ കേസാണ്. സർചാർജ് വരുമ്പോൾ ഉള്ളത്. എന്താണ് സർചാർജ്? ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ബാക്ക് ഫില്ലിന് ഒരു പർട്ടിക്കുലർ ആംഗിളിൽ അഡീഷണൽ ലോഡ് വരുന്നതാണ് സർചാർജ് എന്ന് പറയുന്നത്. ഇതാണ് ഇവിടെ സർചാർജ്. ഹൊറിസോണ്ടലുമായിട്ട് അത് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് സർചാർജ് ആംഗിൾ. സർചാർജ് ആംഗിൾ എന്ന് പറയുന്നത് ഇവിടെ 26 ഡിഗ്രിയാണ്. ആൽഫ ഈസ് ഈക്വൽ ടു 26 ഡിഗ്രി. അപ്പോൾ സർചാർജ് വരുന്ന കേസിൽ എപ്പോഴും പ്രഷർ ഡയഗ്രാം എന്ന് പറയുന്നത് ഈ 26 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിരിക്കും. നമ്മൾ നോർമലി വരയ്ക്കുന്ന പ്രഷർ ഡയഗ്രാം ട്രയാങ്കുലർ ഷേപ്പ് തന്നെയാണ്. പക്ഷേ ഈ ഒരു കേസ് വരുമ്പോൾ സർചാർജ് ഉള്ള അത്രയും ആംഗിൾ തന്നെ ആയിരിക്കും ഈ ഒരു പ്രഷർ ഡയഗ്രവും ഇൻക്ലൈൻഡ് ആയിട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ പ്രഷർ ആക്ട് ചെയ്യുന്ന പോയിന്റ് നമ്മളത് കണ്ടുപിടിക്കാൻ പോവുകയാണ്. ആ പോയിന്റിൽ ടോട്ടൽ പ്രഷറും ഇൻക്ലൈൻഡ് ആയിരിക്കും. അപ്പോൾ എന്തൊക്കെയാണ് ഇൻക്ലൈൻഡ്? സർചാർജ് ആംഗിളിന് പാരലായിട്ടായിരിക്കും നമ്മുടെ പ്രഷർ ഡയഗ്രത്തിൻ്റെ ബേസ്. അതുപോലെ പ്രഷർ ആക്ട് ചെയ്യുന്ന പോയിന്റിൽ ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നതും സർചാർജ് ആംഗിളിന് പാരലായിരിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇനി സർചാർജ് വരുന്ന കേസിൽ നമ്മുടെ ബേസ് പോർഷൻ പ്രഷർ ഡയഗ്രാം ഡ്യൂ ടു ദി സർചാർജ് സോയിൽ എന്ന് പറയുന്നത് BC ലെങ്ത് ആണ്. ഈ BC ലെങ്ത് അതാണ് നമ്മുടെ ബേസ്, ട്രയാങ്കിളിൻ്റെ ബേസ്. ട്രയാങ്കിളിൻ്റെ ബേസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് KA ഗാമ H അല്ല, CP ഗാമ H ആണ്. ഇവിടെ KA ഗാമ H അല്ല, CP ഗാമ H. വാട്ട് ഈസ് CP? CP കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് കോസ് ആൽഫ ഇൻറ്റു കോസ് ആൽഫ മൈനസ് റൂട്ട് ഓഫ് കോസ് സ്ക്വയർ ആൽഫ മൈനസ് കോസ് സ്ക്വയർ 5 ഡിവൈഡഡ് ബൈ കോസ് ആൽഫ പ്ലസ് റൂട്ട് ഓഫ് കോസ് സ്ക്വയർ ആൽഫ മൈനസ് കോസ് സ്ക്വയർ 5. ഇവിടെ ആംഗിൾ ഓഫ് റിപ്പോസ് 5 എന്ന് പറയുന്നത് 30 ആണ്. സർചാർജ് ആംഗിൾ 26 ആണ്. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ CP വാല്യൂ എന്ന് പറയുന്നത് 0.31 കിട്ടും. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ട്രയാങ്കിളിൻ്റെ ഏരിയ ഹാഫ് ഇൻറ്റു ബേസ് CP ഗാമ H ആണ്. CP വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. ഗാമ നമുക്കറിയാം, H അറിയാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 89.46 കിലോന്യൂട്ടൺ എന്ന് കിട്ടും ടോട്ടൽ പ്രഷർ. ശ്രദ്ധിക്കുക, ടോട്ടൽ പ്രഷർ ഇൻക്ലൈൻഡ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. സോ ഇൻക്ലൈൻഡ് ആയിട്ട് എന്തെങ്കിലും ഒരു വാല്യൂ ഇൻക്ലൈൻഡ് ആയിട്ട് ആക്ട് ചെയ്യുമ്പോൾ അതിന് ഒരു ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും കാണും, ഒരു വെർട്ടിക്കൽ കമ്പോണൻറ്റും കാണും. ഇവിടെ ആൽഫ ആംഗിളാണ് ആക്ട് ചെയ്യുന്നത്. സോ അഡ്ജസൻ്റ് ആയിട്ടുള്ള കമ്പോണൻ്റ് ആണ് ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ്. അഡ്ജസൻ്റ് കമ്പോണൻറ്റ് എപ്പോഴും ഇതിൻ്റെ കോസ് ആൽഫ ആയിരിക്കും. സോ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ഈസ് സിഗ്മ പി കോസ് ആൽഫ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് കിട്ടും. വെർട്ടിക്കൽ കമ്പോണൻറ്റ് ഈസ് സിഗ്മ പി സൈൻ ആൽഫ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ വെർട്ടിക്കൽ കമ്പോണൻറ്റും കിട്ടും. ഓക്കെ, ഇനി നമുക്കറിയാം ട്രയാങ്കുലർ ഷേപ്പാണ്. ടോട്ടൽ ഹൈറ്റ് 6 മീറ്റർ ആണ്. ട്രയാങ്കുലർ ഷേപ്പിൽ ടോട്ടൽ ഹൈറ്റ് 6 മീറ്റർ ആണെങ്കിൽ ബേസിൻ്റെ 1/3 ആയിരിക്കും ആക്ട് ചെയ്യുന്നത്. 6ൻ്റെ 1/3 എന്ന് പറയുന്നത് 2 മീറ്റർ ആണ്. സോ ദാറ്റ് പ്രഷർ ആക്ട്സ് അറ്റ് ദി പോയിന്റ് 2 മീറ്റർ എബോവ് ദി ബേസ് ഓഫ് ദി റിട്ടേണിംഗ് വോൾ. അപ്പം ഈ രണ്ട് ഡിസൈൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തത് ഇനി അങ്ങോട്ടുള്ള ഡിസൈൻസ് എന്ന് പറയുന്നത് ഡിസൈൻ അല്ലാതെ റിട്ടേണിംഗ് വോളിൻ്റെ സ്റ്റെബിലിറ്റി അനാലിസിസ് ആണ്. നിങ്ങൾക്ക് റിട്ടേണിംഗ് വോളിൻ്റെ സ്റ്റെബിലിറ്റി അനാലിസിസിൻ്റെ പ്രോബ്ലംസ് ഇല്ല, തിയറി മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഏതാണ് സ്റ്റെബിലിറ്റി? സ്റ്റെബിലിറ്റി ഓഫ് റിട്ടേണിംഗ് വോൾ എന്ന് പറയുന്നത് 4 ടൈപ്പാണ്. സ്റ്റെബിലിറ്റി അഗൻസ്റ്റ് ഓവർ ടേണിംഗ്, സ്റ്റെബിലിറ്റി അഗൻസ്റ്റ് സ്ലൈഡിംഗ്, മാക്സിമം പ്രഷർ, ടെൻഷൻ ഫെയിലർ. ഈ 4 കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കുക. തിയറി മാത്രം പഠിച്ചാൽ മതി, അതിൻ്റെ ഡിസൈൻ പ്രോബ്ലംസ് നിങ്ങൾക്കില്ല. ഓക്കെ, താങ്ക് യു.